ആ മഞ്ജു പറയും. ഇല്ല ഞാൻ 6:30 എത്തി. ഞാൻ മീറ്റിങ്ങിന് ഇറങ്ങാണ്. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം പോരെ? കുറച്ച് തിരക്കില്ല. സുനിലേട്ടൻ എന്താ ഇവിടെ? ഒരു ആഡിന് വന്നാണ്, ഒരു മീറ്റിംഗ് ഉണ്ട്. പ്രസാദ് ഉണ്ട് റൂമിലാണ്. എല്ലാവരും കൂടെയാണ്. അപ്പോൾ ഈ പ്രാവശ്യം സൺറൈസ് ടൂർസ് ആൻഡ് ട്രാവൽസ് അടിപൊളിയാക്കാൻ പോകണം. കംപ്ലീറ്റ് പരിപാടികളാണ്. അതായത് പറഞ്ഞില്ലേ, പ്രസാദ് പറഞ്ഞില്ലേ, ഒരു ഔട്ട്ലൈൻ തന്നായിരുന്നു അന്ന്. അത് നമ്മളൊരു വിയറ്റ്നാം യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. എപ്പോഴും ഈ തായ്ലാൻഡ് ആണല്ലോ. ഈ വിയറ്റ്നാം ഒരു പ്രീമിയം പാക്കേജ് ആയിട്ട് എത്തണം പോകണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് വിയറ്റ്നാം പോയിട്ട് അറിയാമല്ലോ, 2 പ്രാവശ്യം ഞാൻ പറയുണ്ടായി. പക്ഷെ അത് ബഡ്ജറ്റാണ്. പക്ഷേ ഈ പ്രാവശ്യം ഒരു പ്രീമിയം ലെവലാണ്. പ്രീമിയം ലെവൽ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ, നമ്മൾ ട്രാവൽ ചെയ്യണത് തന്നെ സിംഗപ്പൂർ എയർലൈൻസിലാണ്. സിംഗപ്പൂർ എയർലൈൻസ്, അതായത് കൊച്ചിയിൽ നിന്ന് ഡനാങ് വരെ സിംഗപ്പൂർ എയർലൈൻസാണ്. അത് മാത്രമല്ല 2 ഇൻ്റർനാഷണലും ഒരു ഡൊമസ്റ്റിക്കും ഫ്ലൈറ്റാണ്. അപ്പോൾ എത്ര ദിവസം എടുക്കേണ്ടത്? അത് 5 nights 6 days ആണ്. 5 nights. അപ്പോൾ ഡനാങ് എല്ലാം പോകുന്നുണ്ട്. ഡനാങ്ങും പോകുന്നുണ്ട്, നേരെ ഹനോയിക്കും പോകും. ഹനോയ് മാത്രമല്ല, സാധാരണ നമ്മൾ ഹോച്ചിമീനിലേക്ക് തവണ പോകില്ല. അത് ഹോച്ചിമീനാണ് പോയത്. കൊച്ചി ടണലോ അല്ല കവർ ചെയ്യണേ. ഇതൊരു സമ്മർ വെക്കേഷൻ ആണ്. പിള്ളേർക്ക് ഒരു എൻജോയ്മെന്റ് വേണം, ഒരു പ്രീമിയം പാക്കേജും വേണമല്ലോ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് സെൻട്രലിൽ ഡനാങ്കിൽ പോകുന്നു. ഡനാങ്കിൽ അവിടുത്തെ ഹോയ് ചെയ്യാനും കൊട്ടവഞ്ചി അങ്ങനെയുള്ള പരിപാടികളും ഗോൾഡൻ ബ്രിഡ്ജ് കണ്ടതിന് ശേഷം നേരെ ഫ്ലൈറ്റ് എടുത്തിട്ടാണ് നേരെ ഹനോയ്ക്ക് പോകണം. അവിടെ ട്രെയിൻ സ്ട്രീറ്റും ഹോച്ചിൻ മൊസോളിയും എന്താ പറയുക ഓപ്പറ ഹൗസും പിന്നെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റും കൂടെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഏത് ഡനാങ് നിന്ന് ഹനോയ്ക്ക്. എന്നിട്ട് പിന്നെ നമ്മൾ ഹലോങ് ബേയിലും പോകുന്നുണ്ട്. അതൊരു 4 star ഒരു ബോട്ട് ക്രൂസ് ഓവർനൈറ്റ്. അത് 4 star എന്നാണ് അറിയാമല്ലോ. ഒരു 3 ഡെക്കുള്ള സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള കിടിലും. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം ഈ വിയറ്റ്നാം മാത്രമുള്ള പ്രീമിയം ആയിട്ടോ അല്ല വേറെ എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് ഉണ്ടോ? അങ്ങനെയൊന്നുമല്ല, വിയറ്റ്നാം മാത്രമൊന്നുമല്ല. വിയറ്റ്നാം ഒരു പ്രീമിയം ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ്. അത് കൂടാതെ വേറെ വളരെയധികം ഉണ്ട്. തായ്ലാൻഡിൽ അറിയാമല്ലോ, ഫുക്കറ്റ് ഉണ്ട്, ക്രാബി ഉണ്ട്. ഈ ഫുക്കറ്റ് വന്നിട്ട് നമ്മുടെ തായ് എയറേഷ്യ ഏപ്രിൽ തൊട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് വരികയാണല്ലോ. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ റിക്വയർമെൻ്റ് ഉള്ള ഒരു സെക്ടറാണ് തായ്ലാൻഡ്. അപ്പോൾ തായ്ലാൻഡിൽ ഫുക്കറ്റ് ഉണ്ട്, ക്രാബി ഉണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ കച്ചവടക്കാരനല്ലേ, നമ്മളിത്തവണ കാൻറ്റൻ ട്രേഡ് ഫെയർ ചെയ്യുന്നുണ്ട്. അതെയോ? പിന്നെ അതും സിംഗപ്പൂർ എയർലൈൻസിൽ ഏപ്രിൽ 15 മുതൽ മെയ് 5 വരെ ഏപ്രിൽ 15 തൊട്ട് മെയ് 5 വരെയാണ്. അപ്പോൾ നമ്മൾ 2 ഫേസുകളൊക്കെ കണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെയാണ് ഇപ്പോൾ ബിസിനസ്സുകാരുടെ കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവോ? നമുക്ക് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ബിസിനസ് മാത്രമൊന്നുമല്ല. ഇപ്പോൾ 2 ഫേസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, ഫേസ് 1 ഫേസ് 2. പക്ഷേ നമ്മളല്ലാതെ നമ്മുടെ ഇലക്ട്രോണിക് സിറ്റി ആയ ഷെൻജനും ഫർണിച്ചർ മാർക്കറ്റായ ഫ്യൂഷനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ രണ്ടും ഉണ്ട്. അപ്പോൾ ഒരു എൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് പുതിയ കോൺസെപ്റ്റാണ് അറിയാമല്ലോ. ഫസ്റ്റ് അതായത് എല്ലാ ഏപ്രിലാണ് ഒരു പുതിയ കോൺസെപ്റ്റ് വരിക. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടത് ഏപ്രിലിൽ തന്നെ. ഇതിൽ ചൈനീസ് ടിക്കറ്റ് കിട്ടാൻ വളരെ റിസ്ക് ആണെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരുവിധം ഞാൻ കണ്ട പരസ്യങ്ങളിലെല്ലാം വിത്തൗട്ട് ടിക്കറ്റാണ് ഇവരെല്ലാം. അല്ലല്ല, നമ്മുടെ ഓൾ ഇൻക്ലൂസീവ് പരിപാടികളേ ഉള്ളൂ. ടിക്കറ്റ്, വിസ, ഇൻവിറ്റേഷൻ, രജിസ്ട്രേഷൻ, താമസം എല്ലാം അടക്കം. അതൊരു 9 nights 10 days ആണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ബാലി നിങ്ങൾ കഴിഞ്ഞ കൊല്ലം നമ്മളിവിടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ആയില്ല. ബാലി നമ്മൾ പോകുന്നുണ്ട് 5 nights 6 days. പിന്നെ അസർബൈജാൻ, കസാക്കിസ്ഥാൻ. പിന്നെ ഡൊമസ്റ്റിക്കും നമുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ്, സിക്കിം, ഡാർജിലിംഗ്, കാശ്മീർ. ഏപ്രിൽ 1 തുടങ്ങിയ മെയ് 31 വരെ. ഇത് പറഞ്ഞപ്പോഴാണ് ഇത്തവണ ഒരു ഗിവ് അവേ നമ്മൾ അനൗൺസ് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് നമുക്ക് മലേഷ്യയിൽ കിട്ടിയ പോലെ അങ്ങനെ അതൊന്നുമല്ല, അതൊക്കെ സാമ്പിൾ അല്ലേ. ഇത്തവണ അതൊന്നുമില്ല. ഏപ്രിൽ 1 തൊട്ട് മെയ് 31 വരെ ഇന്റർനാഷണൽ ആണെങ്കിൽ ഡൊമസ്റ്റിക് ആണെങ്കിൽ ബുക്ക് ചെയ്യുന്നവർക്ക് ഓണത്തിനോടനുബന്ധിച്ച് ഒരു കപ്പിളിന് ഒരു ഓൾ ഇൻക്ലൂസീവ് പ്രീമിയം പാക്കേജ് ഫ്രീ. അതാണ് ഗിവ് അവേ. ടിക്കറ്റ്, ട്രാൻസ്പോർട്ടേഷൻ, ഫ്ലൈറ്റ്, 4 star അക്കോമഡേഷൻ, ഓൾ മീൽസ്, എൻട്രൻസ് ടിക്കറ്റ് എല്ലാം ഉൾപ്പെടെ. അതായത് ഡെസ്റ്റിനേഷൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓണത്തിന് നമ്മൾ അവിടെ പോയി അടിച്ചു പൊളിക്കും. 4 nights 5 days. ഇപ്രാവശ്യത്തെ സംഭവം അടിപൊളി ഗംഭീരമായിട്ടാണ് ചെയ്യണം. കാരണം ചെയ്യുന്നതെല്ലാം പ്രീമിയം കാറ്റഗറി ആയിട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് ഞാനും പ്രസാദം വന്നതാണ്. ഞാൻ തന്നെ തിരിച്ചു പോകും. നിങ്ങൾ എങ്ങനെ പരിപാടി? എനിക്കിന്ന് ടെക്നോ പാർക്കിൽ ഒരു പരിപാടി ഉണ്ട്, ബിസിനസ് മീറ്റ് ഉണ്ട്. അപ്പോൾ ശരി, ഞാൻ പറഞ്ഞു റഫായിട്ട് വൈഫായിട്ട് അന്വേഷണം പറയുക. തീർച്ചയായിട്ടും ഞാൻ ഈ വിയറ്റ്നാമിൻ്റെ ഒന്ന് നോക്കണം. കാരണം നമ്മൾ സാധാരണ കഴിഞ്ഞ പ്രാവശ്യം പോയതെല്ലാം എന്താ പറയുക. അതെ അതെ, നിങ്ങൾ തായ്ലാൻഡ് അല്ലേ ഏറ്റവും ഫാമിലി ആയിട്ട് പോയിട്ടില്ലല്ലോ. തായ്ലൻഡാണ് നമ്മൾ കൂടുതൽ. മലേഷ്യ ഇതൊന്നും ഞാൻ നോക്കണം. പിന്നെ സിംഗപ്പൂർ മലേഷ്യ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുണ്ട് 5 nights 6 days. അതൊരു ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ട്രിപ്പാണ്. അപ്പം ഞാൻ പറയും എൻ്റയർ ട്രിപ്പാണ്. അപ്പോൾ എല്ലാവരോടും ഒന്ന് പറയണം, ഒന്ന് ഷെയർ ചെയ്യുക.
എല്ലാവരും ഒന്ന് അറിഞ്ഞോട്ടെ. തീർച്ചയായിട്ടും ഗീവവേയുടെ പറയേണ്ട കാര്യമില്ലല്ലോ. ഗീവവേയുടെ പരസ്യം നമ്മൾ അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ വിട്ടോട്ടെ, ഇപ്പൊ സമയം 10:30 കഴിഞ്ഞു. അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം. സാറിനോട് അന്വേഷണം പറയാം. ഫാമിലിയോട് പറയണം. തീർച്ചയായിട്ടും നമ്മൾ ഇതിലുണ്ടാവും. വിയറ്റ്നാമിൽ എന്തായാലും ഉണ്ടാവും. കാണും, നമ്മൾ കണ്ടിരിക്കും. കാണാം. ഓക്കെ, താങ്ക് യു.